ഡ്രസ്സിംഗ് റൂമിന്റെ ഡോറ് ഇപ്പോഴും അൺലോക്ക്ഡ് ആണ്. മൂന്ന് സെക്കൻഡ്. താങ്ക് യു ശ്രീതു. ഭക്ഷണം കഴിക്കാം. ആ വായുവും കൂടി എടുത്ത് പുറത്തിരുന്ന ഓക്കെയാണ്. താങ്ക്സ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് ടുഡേ. താങ്ക് യു സോ മച്ച്. ഇനി എന്തിനാണോ എന്നോട് പറയും ക്യാപ്റ്റൻ. താങ്ക് യു ക്യാപ്റ്റൻ. എന്റെ ഇടം വല്ല എന്തിനാ സമ്മതിച്ചില്ല. സ്കെച്ച് ചെയ്യുന്നു ഇവിടെ നിന്ന് ചാടിപ്പോ. അവിടെ ഇരിക്കുന്നത് അപ്പടിതാ അതാ ഇപ്പഴത്തെ മേലതാ ഫുള്ള് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ അവിടെ പോയിട്ട് വരുമ്പോ ആൾ ഇവിടെ ഇല്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ ക്യാമറയുടെ പിന്നിലൊന്നും ചെയ്തു. ഞാനും അഭിഷേകം കൂടെ ഇതിനിടയിൽ പോയിട്ട് ഈക്വലല്ല. അത് മഞ്ഞുകള് ഓടാനായിട്ടുള്ള എന്താണ് ശ്രീരേഖ? ചേച്ചിന്നൊക്കെ മാറിയോ? മാറി. ജ്യൂസ് പിടിച്ചതിന്റെ ജ്യൂസ് സന്തോഷം. ശരി ശരിയില്ലേ? മനസ്സിലായി ഞാൻ ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നെ പുരിയില്ലേ? ക്യാപ്റ്റന്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ചാർജ് എടുത്ത് തന്നെ ഒരുത്തം മറ്റം ചട്ടിയിൽ ചട്ടിയിലും കയറി. ആക്ച്വലി 4 കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചേ. പക്ഷെ എവിടെയോ പറഞ്ഞപ്പോ അതെന്താണോ എനിക്ക് ഇറിറ്റേറ്റ് ആവണ് ഗബ്രി. എതുക്ക് എതുക്ക് ചെല്ലോ. ഇത് ഉറങ്ങിയ ജിന്റിപ്പോ കട്ടായി. മറ്റേ മെമ്മറി ലോസ് ആണ്. അങ്ങേർക്ക് 1.5 മാസം കഴിഞ്ഞിട്ട് അടിക്കണത്. ഞങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞപ്പോ അങ്ങേർക്ക് ഇപ്പോഴും കിട്ടിയിരിക്കണത്. നമ്മളെ നാളെ തൊട്ട് ഒരു ടീമാണ്. കുക്ക് ചെയ്യണം, രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കണം. എന്റെ പള്ളി പട്ടിപ്പണിയാണല്ലോ. ഒരു ചായ ഒഴിച്ചിട്ട് കിടന്ന് കഴിച്ചിട്ട് മട്ടൻ കറി ഒരു ഉറക്കാണെന്ന് ഉറങ്ങിയ തെറ്റല്ലേ. ചായ കുടി എന്താണ് എന്നെ ഉറക്കൊരു സന്തോഷമില്ലാത്ത ഞാൻ തിരിച്ചു വന്നിട്ട് ഓള് വിചാരിച്ച് ഞാൻ പോകുന്നു. ഇവരെണ്ണാവൊക്കെ എപ്പടി ഇருக்கு? ഓക്കെ അല്ലേ? എന്തായാലും മുഖത്തോട്ടൊന്ന് നോക്കിയേ. അവിടെ പോയിരിക്കും ആരടുത്ത് ആയിരുന്നോ? ഞാൻ ചെറുപ്പിരുന്നു കാല് നല്ല വേന. ഓ തഞ്ചാട്ട നിങ്ങൾക്ക് റെയിലിൽ ഇവിടെ കിടന്ന് ഓടിയിരുന്നു ഞാൻ. ശ്രീരകമോൾ ശ്രീരേച്ചി വെള്ളം കരയാണോ? വെള്ളം കര ഇഷ്ടം കര വെള്ളം കര ഞാൻ പറയാം. ശ്രീരേച്ചി എടുത്തിട്ട് വെള്ളം അത് പച്ച വെള്ളം മറ്റേത് കര. ആ ഓക്കെ ഇത് കര വെള്ളം ഒന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് ആകെയുള്ള പെർസ്പെക്റ്റീവ് ഞാനിപ്പോ ഈ കാണുന്ന ശരണ്യ, ഷിബിൻ, ഇവൻ ഉള്ളിലുള്ള ജാസ്തി ഞാൻ കാണുന്നില്ല. ഉള്ളിലുള്ള ഞാൻ കാണുന്നില്ല. അങ്ങനത്തെ സാധനങ്ങൾ നമുക്കായിട്ട് വരുന്നത്, ജനങ്ങൾക്കല്ല. ജനങ്ങൾക്ക്
പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യുന്ന മറ്റേ ചാനൽസ് വേറെ. സോ ജനങ്ങൾ പറയുന്നത് ഈ 2 സെക്കൻഡ് ക്ലിപ്പിന്റെ മുകളിലൊന്നും മാനിപ്പുലേറ്റ് ആവൂല. കര കുളം കര കുളം 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 ഓക്കെ കരകുളം കരകുളം എനിക്ക് കോടിയിട്ട് കാലൊക്കെ പൊട്ടിച്ചിരിക്കണേ കാല് പൊട്ടിച്ചാ വേണ്ടപ്പോ അല്ല വേണ്ട ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാല് ഇറക്കി വെച്ച സൂപ്പറാ. എല്ലാ വേദനയും ബാൻഡേഡ് ഒട്ടിച്ച് വെച്ചിരിക്കും. അമ്മ അത് കണ്ടു. എന്താ അവിടെ മഞ്ഞോ പോയാ വലിച്ചോണ്ടിരിക്കുന്നു. ശ്വാസം ഉണ്ടാവൂല ശ്വാസകോശം സ്പോഞ്ച് പോലെ. മഞ്ഞ് പെയ്യണ മരം കുളിയുടെ മധുരമാക്കോ വെള്ളം കൂപ്പിടുത്തിട്ട് വെള്ളം യാ താങ്ക് യു ബിഗ് ബോസ്. ബിഗ് ബോസ് നമ്മൾ ഈ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈ ലൂപ്പിന്ന് പുറത്തിറങ്ങുമല്ലോ. എന്നിട്ടാണ് നമ്മൾ പുള്ളി പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. നല്ല പുള്ളി നമ്മളെ എന്തോരം ഇവിടെ ഇപ്പൊ എന്നെയാണെങ്കിലും ജാസ്മിനാണെങ്കിലും ആര് കൺഫ്യൂഷൻ റൂമിൽ കയറിയാലും പുള്ളി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഭയങ്കര പരിപാടിയത്. അത് പുള്ളിയുടെ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട പരിപാടിയാണ്. എങ്ങനെ നമ്മള് ട്രെയിൻ ഔട്ടായിട്ട് അകത്ത് കയറിയാലും പുള്ളിയുടെ എല്ലാം സാധനമുണ്ട്. അതിപ്പോ നമ്മുടെ ഭാഗത്ത് തെറ്റോ ഉണ്ടായിട്ടാണ് നമ്മൾ കയറുന്നതെങ്കിലും ശരിയായിട്ടാണ് അകത്ത് കയറുന്നതെങ്കിലും ഹി ട്രീറ്റ്സ് എവ്രി വൺ ഈക്വലി. എനിക്കിന്ന് അപ്പം കിട്ടിയില്ല. അത് ഞാൻ ഈ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം പോയല്ലോ. മറ്റെനിക്ക് പേടിയായിരുന്നു. ഞാൻ സത്യം പറയാം, എനിക്ക് വീടൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങി. പക്ഷെ പുള്ളി ആ സാധനം പറഞ്ഞതിന് ശേഷം ഭയങ്കര റിലീഫ്. അപ്പൊ പിന്നെ റിവേഴ്സ് തിങ്ക് ചെയ്യാൻ നോക്കി. എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇപ്പൊ ജിൻഡോ പറഞ്ഞ കാര്യം, നീ പറഞ്ഞ കാര്യം, സായി പറഞ്ഞ കാര്യം, ഈ ലൂപ്പിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങുമ്പോ നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്. നമ്മളെ റിക്കവർ ചെയ്യാൻ കൊണ്ടുവരുന്ന ആ ഒരു അറ്റംപ്റ്റിന്റെ ജെന്യൂനിറ്റി മനസ്സിലാവാൻ തുടങ്ങി. പൂജ ഇന്നലെ പറഞ്ഞത് എനിക്ക് ഇന്നലെ കണക്ട് കിട്ടിയില്ല, ഇപ്പൊ കിട്ടി. നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യും, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ചാണെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഇന്നലെ എനിക്ക് കിട്ടിയില്ല, ഇന്നലെ കിട്ടി. പക്ഷെ അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇങ്ങനെ ഓടി വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കെയർ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കണ്ടേ? പക്ഷെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓടേണ്ട ഇത് സീരിയസ് ടാസ്ക് ആയിരുന്നില്ല. അത് ഞാൻ ആലോചിച്ചു. നാണു പൊരിയാതെ പൊതി എല്ലാം പാട്ട് പാടി ഓക്കെ അല്ലേ? ഓക്കെ ആവും.
ഓക്കെ അല്ല. ഈ ഒരാഴ്ച ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഈ ഒരു സാധനം പിടിച്ചു കെട്ടാൻ പറ്റിയ നിങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചെടുക്കും. എനിക്കറിയില്ലെങ്കിലും വരാൻ പാടാ. ഈ ഫ്യൂവൽ വെച്ചാണെങ്കിൽ അങ്ങോട്ട് ഓടാൻ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതുപോലെ ഇവിടെ നിൽക്കുന്നതിൽ മനസ്സുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് 1-2 പേര് തോന്നിയിട്ടുണ്ട്. അപ്പം അതിൽ പെട്ട ഒരാളാണ് നിങ്ങൾ. അപ്പം നിങ്ങളിപ്പോ ഇവരെ എന്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും സംസാരിച്ചില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഒന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഹീൽ ആവാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടാലോ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഞാൻ ഹീൽ ആവാറുണ്ട്. അപ്പം നിങ്ങള് ഇവിടെ ഇന്ന് വരെ ഒരു മോശം കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ഈ ഇത്രയും ദിവസം നിന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇത്ര നോമിനേഷൻ വന്നതെന്നുള്ളത് സത്യമാണ്. എനിക്കറിയാം. അപ്പൊ അങ്ങനെ പോകേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആ ഒരു പറച്ചിലേക്ക് നിർത്തിക്കൂടെ? സമ്മതിക്കണം, അവാർഡ് കൊടുക്കണം. ഇപ്പോഴും പ്രശ്നം തോന്നുന്ന 2 ആൾക്കാര് ഓഫ് കോഴ്സ് ഗബ്രിയും ജാസ്മിൻ തന്നെയാണ്. കാരണം എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് എനിക്ക് എപ്പോഴും ആക്ട് ചെയ്യുന്ന പോലെ തോന്നും, സ്നേഹം കാണിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ഇവിടുന്ന് പുറത്തു പോയാലും ചിലപ്പോൾ അവരായിട്ട് ഒരു കോണ്ടാക്ട് വെക്കാൻ സാധ്യതയില്ല വെച്ചാൽ 99.9%. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതും കാര്യമാണ്. എന്നെക്കൊണ്ട് എനിക്ക് അത്രയും ഞാൻ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോ എനിക്ക് ഇങ്ങനെ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുന്നത് അത് ഓവറായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണോ എനിക്ക് അതിനോട്. അല്ല, നിങ്ങൾ ചിന്തിച്ചത് കറക്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം ആ കാര്യം പറഞ്ഞിട്ടാണ് ഞാനോളം നല്ല മുട്ടനടിയായിട്ട്. അതുകൊണ്ട് എന്നിപ്പോ എനിക്ക് നോമിനേഷൻ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇന്നേ വരെ എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് ചീത്ത കേട്ടിട്ടില്ല. കഴിഞ്ഞ തവണ എനിക്ക് ചീത്ത കേട്ട് അത് കാരണമായത് ഓഫ് കോഴ്സ് അവിടെ ഞാൻ അവളെ കൂടെ ഇരുന്നതിൽ ഉണ്ടായ വിഷയത്തിലാണ് എനിക്ക് ചീത്ത കേട്ടത്. എനിക്ക് ഓഫ് കോഴ്സ് അതിന് നല്ല സങ്കടം ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് നിന്റെ അടുത്ത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് പോലും ഒരു സാധനം ഡെഫിനറ്റ്ലി ഉണ്ട്. അതില് എനിക്കുണ്ട്, നിനക്കറിയാതെ. എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിന്റെ മേലുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാം. എനിക്കറിയാം.